ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ഇന്ത്യ നമ്മുടെ ഓൾറെഡി ഇപ്പോൾ 2 കാർഡ് ഓപ്പൺ ടു അപ്ലൈ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത്രയും കാലം അത് നമ്മൾ ടെമ്പറലി ബാൻ ചെയ്തൊക്കെ ആയിരുന്നു പുതിയ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. അതിപ്പോൾ കുറച്ച് കാലം മുമ്പ് തന്നെ ഇപ്പോൾ RBI ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ ആക്ച്വലി അവർ ഓപ്പൺ ടു അപ്ലൈ ആയിട്ടുണ്ട്. 2 പ്രീമിയം കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ 3 കാർഡ് വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് കാർഡ് എന്ന് പറയുന്നത് സ്മാർട്ട് ഏൺ കാർഡാണ്. അപ്പോൾ അത് അവർ ഈ സ്മാർട്ട് ഏൺ കാർഡ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അത് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പോകണ്ട. ഈ HSBC, Amex കാർഡ് ഇതുവരെയൊക്കെ പ്രീമിയം കാർഡുകളാണ്. അപ്പോൾ ഇവരെ എടുക്കുന്നവർ അത്രയ്ക്കും പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക, നല്ല ആനുവൽ ചാർജും ജോയിനിങ് ചാർജൊക്കെ വരും. ഇപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഉള്ളത് മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. അതിന് 5000 രൂപ ആനുവൽ ഫീസ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വേറെ എന്താണ് ഗോൾഡ് കാർഡും ഉണ്ട്, അതിനും 5000 രൂപ വരുന്നതാണ്. അപ്പോൾ അതെടുക്കണവർ അതിൻ്റെ ഒരു എന്താ പറയുക ഫുള്ളി നോർമലി ഇപ്പോൾ Amex കാർഡ് ഇപ്പോൾ നമ്മുടെ ആമസോണിലൊക്കെ നല്ല നമുക്ക് റിവാർഡ് എന്ന് പറയാൻ പറ്റില്ല, റിവാർഡ് റേറ്റ് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. 7% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് Amexൽ ഓഫർ വരാറുണ്ട്. ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇവരുടെ 2 കാർഡുകൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം ചാർജ് കാർഡാണ്. അത് ഇവരുടെ ഹൈ പ്രീമിയം കാർഡാണ്. 66,000 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. അതിൻ്റെ അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ചസസ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവർ കുറേ എയർലൈൻസ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. അതായത് എയർ ഇന്ത്യ, എത്തിഹാഡ്, ഖത്തർ എയർവേസ്, വെർജിൻ, എയർ ഫ്രാൻസ്, ലുഫ്താൻസ, യുണൈറ്റഡ് എയർലൈൻസ്, ഇങ്ങനെ കുറേ ആയിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് കുറേ എക്സ്ക്ലൂസീവ് ഡീൽസും കാര്യങ്ങളൊക്കെ ഈ കാർഡ് ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് സീംലെസ് അപ്ഗ്രേഡ് ഓഫറും കിട്ടുന്നുണ്ട്. അതായത് എലൈറ്റ് ടയർ മെമ്പർഷിപ്പായിട്ട് ഇഷ്ടംപോലെ ഇപ്പോൾ ഹോട്ടൽ സ്റ്റേൻസുകളിലൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ഓഫർ സുഖമായിട്ട് ഈ കാർഡ് കൊണ്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ് ഈ കാർഡുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ 2 കാർഡുകളിലും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ ഡയറക്റ്റ്ലി അമേരിക്കൻ എക്സ്പ്രസിൻ്റെ റെഫറൽ ലിങ്കാണ്. ഞാൻ ഓൾറെഡി അമേരിക്കൻ എക്സ്പ്രസ് ഹോൾഡർ ആയതുകൊണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ ഈ പ്ലാറ്റിനം റിസർവ് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 10,000 രൂപയാണ് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അക്കോ ട്രാവൽ മെമ്പർഷിപ്പും താജിൻ്റെ മെമ്പർഷിപ്പും കിട്ടുന്നുണ്ട്. പിന്നെ മന്ത്ലി നിങ്ങൾക്ക് 50,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മൂവി വൗച്ചർ അല്ലെങ്കിൽ ഷോപ്പിംഗ് വൗച്ചർ കിട്ടുന്നുണ്ട് 1000 രൂപയുടെ. പിന്നെ 1 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ഇസ് എലിജിബിൾ. അതായത് ഒരു 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ഈ കാർഡിൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഈ 2 കാർഡാണ് ഇപ്പോൾ ആക്ച്വലി Amexൻ്റെ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ എന്തായാലും എനിക്ക് അറിയില്ല, മാക്സിമം ആൾക്കാർ ഒന്നാമത് Amex നോർമൽ സാധാരണക്കാർക്കൊന്നും കിട്ടൂല, അത് വേറെ കാര്യം. പക്ഷേ അത്യാവശ്യം നല്ല ചാർജസ് വരുന്ന 2 കാർഡുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. എനിക്ക് സ്മാർട്ട് ഏൺ കാർഡ് എനിക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇവർ ആ എൻട്രി ലെവൽ കാർഡ് ആക്ച്വലി ഇന്ത്യൻ പർപ്പസ് ആയിട്ട് വേണ്ടിയിട്ട് മാത്രം ലോഞ്ച് ചെയ്തൊരു കാർഡായിരുന്നു സ്മാർട്ട് ഏൺ കാർഡ്. അത് ആക്ച്വലി ഒന്നാമത് ആ കാർഡിൽ ഭയങ്കര ലിമിറ്റ് കുറഞ്ഞാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അതൊരു ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു സപ്പോർട്ട് സെക്ഷനായിട്ട് സംസാരിച്ചപ്പോൾ, അതുപോലെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ സംസാരിച്ചപ്പോൾ അവരങ്ങനെയാണ് ഒരു എന്താ പറയുക സ്മാർട്ട് ഏൺ കാർഡായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് പറയുന്നത്. അപ്പോൾ അത് മിക്കതും സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ Amex കാർഡ് ഉണ്ടെങ്കിൽ ഇത്തരം ഒരു ചാർജസ് കൊടുക്കാനുള്ള തയ്യാറായിട്ട് പെടലിൽ മാത്രം വന്നാൽ മതിയിട്ടാണ്. എന്നുവെച്ചാൽ മിനിമം 5000 രൂപയെങ്കിലും കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. അത് നിങ്ങൾക്ക് സ്പെൻഡ് ബേസിസ് ആണ് നമുക്കത് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ്, ഗോൾഡ് കാർഡൊക്കെ, അതിലൊക്കെ നമുക്ക് ഇത്രയും കൊല്ലം ഇത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജസ് വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഫുള്ളി കുറയ്ക്കുകയും ചെയ്യാം. അതായത് ഫുള്ളി എന്താ പറയുക വേവ് ഓഫും ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി എനിക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ അതിൻ്റെ പകുതി ചാർജ് ആവുന്നുള്ളൂ, 5000-ൻ്റെ പകുതി. എന്നുവെച്ചാൽ എനിക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാർഡിൻ്റെയും എന്താ പറയുക മൈൽ സ്റ്റോണൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും നോക്കുവാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ 2-3 കാർഡൊക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അതിൽ മെയിൻ Amex കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാർജസ് കുറച്ച് നോർമൽ കാർഡിൻ്റെ പോലെ ആവറേജ് മിഡിൽ കാർഡിൻ്റെ ഒരു ചാർജസ് വേണമെങ്കിൽ ആക്കാം, യൂസേജ് ഉണ്ടെങ്കിൽ. അല്ലാത്തൊരു ഈ ഏരിയയിലേക്ക് വരാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ കിട്ടാനും ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്നാലും വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം.